നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി വെക്കേണ്ടത് ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തെടുക്കുന്ന റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതം എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആക്കാമോ, എത്രത്തോളം ലൈഫിൽ മാറ്റങ്ങൾ വരുത്താമോ, അതിനെക്കുറിച്ചൊക്കെയുള്ള എനർജിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഓരോ റീഡിങ്സ് കൊണ്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ നമ്മൾ ഡിവൈനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾക്കിത് കേൾക്കാൻ സാധിച്ചതിന്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു റീഡിങ്സ് വന്നെത്തിയതിനെല്ലാം നമ്മളെപ്പോഴും എന്തായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ചിലപ്പോൾ ഈ ഇമോഷണലി ഒക്കെ തകർന്നിരിക്കുകയായിരിക്കാം. നമുക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡായിട്ട് പലയിടങ്ങളിൽ നിന്നും പല രീതിയിലുള്ള നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിക്കാൻ സാധിക്കുക. അതായത് അതൊരു ഡ്രാമ ആയിക്കോട്ടെ, നിങ്ങൾ അഭിനയിക്കുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ചിരി മനസ്സിന് കൊടുക്കുന്ന ആ ഒരു മാറ്റം, നിങ്ങളുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്ന ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവാകുന്ന പല കാര്യങ്ങളും വന്നു ചേരും. നിങ്ങളുടെ ചിരിയിലൂടെ തന്നെ. നമുക്ക് എത്ര ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ചിരിക്കണം. ആ ഒരു ഇമോജി അങ്ങനെ പറയില്ല, നമ്മൾ ആ ഒരു ചിരിക്കുന്ന ആ ഒരു സ്റ്റൈല് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ എപ്പോഴും വരുത്താൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. ഹാപ്പിനെസ് എത്രത്തോളം നമ്മളിൽ നിറയ്ക്കാൻ പറ്റുമോ, എത്രത്തോളം പോസിറ്റീവാകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. കടബാധ്യതകൾ പോലും മാറാനുള്ള, പണത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഹാപ്പി മൂമെൻറ്റ്സ്. അതായത് എപ്പോഴും സന്തോഷകരമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, സന്തോഷമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കൂട്ടത്തിൽ നെഗറ്റീവ് ആകുന്ന വ്യക്തികൾ ഉണ്ടാവാം, പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അവരെയും കൂടി നിങ്ങൾ ഹാപ്പിനെസ് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക, സന്തോഷം കൊടുക്കുക, സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളിൽ ഒരു വിശ്വാസം ഉറപ്പിക്കുക. ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ എവരി ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്, എനിക്ക് അസാധ്യമായതായിട്ട് ഒന്നും തന്നെയില്ല, എനിക്ക് സാധ്യമാണ് എല്ലാം, ഞാൻ പവർഫുള്ളാണ്, ഞാൻ സ്ട്രോങ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും നിങ്ങളെ ഒന്നും പറയില്ല. നമുക്ക് ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വളരെ കഴിവുള്ള വ്യക്തിയാണ്, എൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും എനിക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്, എന്നിലേക്ക് എപ്പോഴും അബണ്ടൻസ് വന്നു ചേരുന്നതാണ്, എനിക്ക് മിറാക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, എന്നിൽ എല്ലാ ദിവസവും ഒരേ മിറാക്കിൾ പ്രപഞ്ചം നൽകുന്നു. ഇങ്ങനെയുള്ള ഗ്രാറ്റിറ്റ്യൂഡുകൾ നമ്മൾ സ്വയം പറഞ്ഞാൽ, എനിക്ക് കാഴ്ചശക്തി നൽകിയതിന്, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞതിന്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിന്, എനിക്ക് ജലം നൽകിയതിന്, എനിക്ക് വായു നൽകിയതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ചുമ്മാ ഇപ്പം നമുക്ക് ഒരു നഷ്ടവുമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾ കടന്നു പോയാൽ അതിപ്പം ഇരട്ടിയായിട്ടായിരിക്കും പ്രപഞ്ചം നമുക്ക് വീണ്ടും വീണ്ടും പറയാനായിട്ട് അവസരങ്ങൾ ഇട്ട് തരുന്നത്. ഓരോ ദിവസവും നമുക്ക് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. എന്നിലേക്ക് സാമ്പത്തികം വന്നതിന്, ഞാൻ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളായി തീർന്നിരിക്കുന്നതിന്, പണം എപ്പോഴും എന്നെ അട്രാക്റ്റ് ചെയ്യുന്നു, പണം എന്നിലേക്ക് എപ്പോഴും ഒഴുകി വരുന്നു. ഇതിങ്ങനെ നിങ്ങൾ മനസ്സിൽ പറയണം. ഇതൊരു തമാശയല്ല കേട്ടോ. ചിലരൊക്കെ ഇത് നമ്മളെ ഒരു കളിയാക്കുന്ന പോലെയൊക്കെ ആയിരിക്കും മറുപടി പറയുക. അവർ പറഞ്ഞോട്ടെ, അവരുടെ സംസ്കാരത്തെ നമ്മൾ ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിലെ വിഷം ഒരിക്കലും പുറത്ത് കളയില്ല. അത് അവരിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു വലിയ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, ഒരു മാസം ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങൾക്ക് മാറ്റം വന്നു ചേരും. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതണം. നമ്മളെപ്പോഴും പറയുമ്പോൾ കമൻറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ എന്നും എഴുതുക. ഒരു ദിവസം പോലും മുടക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യം, അതായത് പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു,
എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നതിന്, അതിന്ന നല്ല രീതിയിൽ ഞാനിന്ന് സമാധാനപരമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു യൂണിവേഴ്സ്. അത് നമ്മൾ പറയണം. പറഞ്ഞെന്ന് ഓർത്ത് നമുക്ക് എന്ത് നഷ്ടമാണ്. ചിലപ്പോൾ നമുക്കിപ്പോൾ ആദ്യമൊന്നും അത് പറയുമ്പോൾ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ലായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും പ്രപഞ്ചത്തിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, തഥാസ്തു, ആമേൻ, ഇൻഷാ അള്ളാ. ഇതാണ് പ്രപഞ്ചത്തിൽ നിന്നും വരുന്ന മറുപടി. നമ്മൾ എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ ഭവിക്കട്ടെ എന്ന് പ്രപഞ്ചം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളപ്പം പ്രപഞ്ചത്തിൽ നിന്നും എന്ത് നേടിയെടുക്കണം? നമുക്ക് വേണ്ട പോസിറ്റീവായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ കഴിഞ്ഞു പോയതിനെ മറന്നു കളയുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിരാശയാണ്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു നഷ്ടബോധം, കയ്യിലുണ്ടായിരുന്നത് പോയി എന്നുള്ളൊരു തോന്നൽ. അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഇമോഷണലി ഒരു ബാലൻസ് നഷ്ടപ്പെട്ട ഒരവസ്ഥ കാണുന്നുണ്ട് കേട്ടോ. അതായത് മനസ്സ് വളരെയധികം ഒരു പതറി നിൽക്കുന്ന അല്ലെങ്കിൽ വേദനാജനകമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കുറച്ച് ആളുകളുടെ ഇടയിലുണ്ട്. അതായത് ഒന്നെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഒരു വിയോഗമാവാം, അതല്ലെങ്കിൽ പ്രതീക്ഷിച്ച ചില ബന്ധങ്ങൾക്ക് വന്നിരിക്കുന്ന വിള്ളലാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നെഗറ്റീവാകുന്ന ഇമോഷണൽ എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു ശൂന്യതയാണ് കാണിക്കുന്ന, ഒരു ഡാർക്ക് എനർജി, ഒരു ഇരുൾമ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് കുറച്ച് ആളുകൾ നിൽക്കുന്നത്. ചില എനർജിയിൽ നോക്കുമ്പം സ്നേഹബന്ധത്തിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരിടത്ത് നിന്നും നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളെ വിട്ടുപോയ ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നതിനവിടെ ഒരു സംശയമാണ്. നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നത് വളരെയധികം പൂർണ്ണമാണ്. നിങ്ങൾ അങ്ങോട്ട് കപ്പ് ഓഫ് ലവ് കൊടുക്കുകയും അവരിൽ നിന്ന് ലഭിച്ചതിനെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഒരു തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു വീഴ്ചയിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ചഞ്ചലപ്പെടുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ഇമോഷണലി കണക്റ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക്, അതായത് നിങ്ങളെ വാല്യൂ കൽപ്പിക്കാതെ അവഗണിച്ച ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നിരാശ എന്നതാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കുറവുകളെയും അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അങ്ങോട്ടേക്ക് ഒന്ന് മുഖം തിരിച്ചാൽ മതി, അങ്ങോട്ടേക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഈ ഒരു പൂർണ്ണമാകുന്ന ഇരുൾമ, ഈ ഒരു ഡാർക്ക് എനർജി, നിങ്ങൾ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ, ഒരു റോങ് സിറ്റുവേഷൻസിലാണ് എന്ന് ചിന്തിച്ച് ജീവിതം തന്നെ ഫെയിലിയറായിട്ട് നിൽക്കുന്നു എന്ന ഒരു തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് സഡൻ ചേഞ്ച് ആവാൻ പറ്റും. നിങ്ങളെ മനസ്സിലാക്കുന്നവരും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുക. ഒരു പക്ഷേ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാനാണ് പറയുന്നത്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കണ്ട. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിച്ചു പോകുക എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളിപ്പം നിൽക്കുന്നിടമോ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നിടമോ, നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒന്നും നിങ്ങൾക്കുള്ളതല്ല. അത് മനസ്സിലാക്കുക. ഇമോഷണലി നിങ്ങൾക്ക് വീഴ്ചയാണ് സംഭവിക്കുകയുള്ളൂ. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യും? മിസ്യൂസ് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ പെയിൻ എനർജിയിൽ, ഡാർക്ക് എനർജിയിൽ പെട്ടുപോകുകയോ ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു പോകുക എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ കുറവുകളെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ചിങ്ങും സംഭവിക്കും. ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തിരിച്ചറിവൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ മാറാൻ്റെ സമയമായി എന്നാണ് കാണുന്നത്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. കരിയർ പാതയിലാണെങ്കിലും സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായം തേടേണ്ടി വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ കുറേ ആളുകളുടെ ലൈഫിൽ. അതായത് നിങ്ങളെ ചിലർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കരിയറായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതിൽ
മനസ്സിലാക്കേണ്ട നിങ്ങളുടെ സമയം മോശമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ടേക്ക് പോകാനുള്ള പവറുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങളെപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ചിന്തയിലാണ് നിൽക്കുന്നത്. ഉള്ളത് മതി, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകാം, മറ്റുള്ളവരെ ഇങ്ങനെ അനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഗൈഡൻസിൽ ലൈഫിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങളിലുള്ള വ്യക്തികളെയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്നൊരു കഴിവുണ്ട്, തിരിച്ചറിവുണ്ട്, പവറുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ മറ്റുള്ളവർക്ക് അടിമപ്പെട്ട് നിൽക്കാതെ മറ്റുള്ളവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ, ചൂഷണം ചെയ്യാനുള്ള ഇടവരരുത്. അത് കരിയർ പാതയിലായാലും അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളൊരു സ്ട്രോങ് ആവുക എന്നാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം ഇന്നത്തെ ദിവസമായാലും നിങ്ങൾക്ക് കുറച്ച് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യുന്നത് പോലെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത്. കാർമിക്കിൻ്റെ ഇതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുന്നതായിട്ടും നമുക്ക് കാണുന്നത്. വിധിയാണ്. പക്ഷേ ആ ഒരു സമയം മാറും. നിങ്ങൾ ഈ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വശംവദമായി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ചേഞ്ച് ആകും. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള മൈൻഡ് പവർ ഇല്ലാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥകളിലൂടെ പോകുന്നത്. നിങ്ങൾ ഇമോഷണൽ ബാലൻസിൽ വരിക, അഫർമേഷൻസ് എഴുതുക, നിങ്ങൾ ഡിവൈനിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. നമ്മൾ ആരോടും പറയണ്ട. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഡിവൈനോട് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് കേൾക്കും. നിരന്തരം അങ്ങനെ പറഞ്ഞ് ശ്രമിക്കുക. അല്ലാണ്ട് ഒരു ദിവസമോ 2 ദിവസമോ കഴിയുമ്പം ഇപ്പം നമ്മളൊരു വഴിപാട് പറയുമ്പോൾ 48 ദിവസം ചെയ്താൽ മതിയോ, 20 ദിവസം ചെയ്താൽ മതിയോ, ഒരാഴ്ച ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയാണ്. കാരണം ഒന്നും ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന എന്ത് കേസാണോ അതിൽ നോക്കാം എന്നാണ് ചിന്തിക്കുന്നത്. കൂടുതലും ലോട്ടറി അടിക്കണമെന്നാണ് പറയുന്നത്. ഈ ലോട്ടറി പോലും നമ്മൾക്കിടെ ലൈഫിൽ വരുന്നൊരു മിറാക്കിളാണ്. പ്രപഞ്ചം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ചെറുതും ഒരു ചെറിയ 5000 10,000 അടിച്ചാലൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് മിറാക്കിൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഡിവൈനോട് ചോദിക്കുക, പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും മാറ്റങ്ങളാണ് വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിനകത്ത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒക്ടോബർ മാസക്കാർക്കൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ട്. കരിയർ പാതയ്ക്കൊക്കെ വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ല ജോബ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ജോബ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന് പറ്റിയ ഒരു സമയം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കാത്തിരുന്ന ചില കാര്യങ്ങൾ ഡിലേ ആയിട്ട് അത് നഷ്ടപ്പെട്ടു, അതിനി ഇല്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. അതായത് നിങ്ങൾ ഒരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. ചില വ്യക്തി ബന്ധങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ്, എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നതാണെങ്കിൽ അതായിരിക്കാം. എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു. കുറേ ആളുകളുടെ എനർജിയിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഐക്യത്തിൻ്റെ സമയമാണ്, ദൃഢനിശ്ചയത്തിൻ്റെ സമയമാണ്, പോസിറ്റിവിറ്റിയുടെ സമയമാണ്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന വ്യക്തികളുടെ പ്രസൻസ് ആണ് കാണുന്നത്. സാമ്പത്തികപരമാകുന്ന ഇടപാടുകളൊക്കെ ഒന്നിലധികം വ്യക്തികളുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് കേട്ടോ. ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ആലോചിച്ച് ഒരാളിൽ നിന്നും നല്ലൊരു അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ. മെയിനായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെ സമയമാണ്. പാർട്ട്ണർഷിപ്പ് പരമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, രണ്ട് വ്യക്തികളെ
ബേസ് ചെയ്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അബണ്ടൻസ് ആണ് കാണുന്നത്. പക്ഷേ ഡിസിഷൻ എടുക്കുന്നതൊക്കെ വളരെ ആലോചിച്ചും കണ്ടും മാത്രമായിരിക്കണം എന്നേ ഉള്ളൂ. ഹെർമിറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലൊക്കെ നിങ്ങളൊരു എടുത്തുചാട്ടമാണെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളെ പിടിച്ചെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പറയാനുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക കേട്ടോ. വളരെയധികം സമാധാനപരമായിട്ട് ആലോചിച്ച് ഒരു കൺട്രോൾ ആൻഡ് വിൽ പവർ എനർജി വേണം. അതായത് എടുത്തുചാട്ടത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം. അത് സംസാരത്തിലാണെങ്കിലും പെരുമാറ്റത്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എടുത്തുചാട്ടത്തിൻ്റെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് വന്നോളും. ജസ്റ്റിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ലീഗൽ പരമാകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾ, എന്തെങ്കിലും ലീഗലി നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ ഒരു വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങളിൽ നിന്നും നടത്തേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുക. അത് ജസ്റ്റിസാണ്, നീതി നടപ്പിലാക്കുക എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് പോസിറ്റീവാണ് കേട്ടോ. അതുപോലെ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ട ആ ഒരു കാര്യത്തിലും പോസിറ്റിവിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കരിയർ പാതയിലൊക്കെ നിങ്ങൾക്ക് ഒരു സക്സസിൻ്റെ സമയമാണ്. പക്ഷേ നിങ്ങളൊരു ജസ്റ്റിസ് അവിടെ നടപ്പിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു നീതി, അത് നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായ ഒന്നും ചെയ്യാതിരിക്കുക എന്നൊരു എനർജിയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ലേഡി പ്രസൻസിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് ആവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയിരിക്കാം. ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും ചില കാര്യങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്യാനും ചില സ്ഥലങ്ങളിലൊക്കെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാനൊക്കെ നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലൊരു സ്നേഹവും ഉണ്ട്, എന്നാൽ നിങ്ങൾ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കാണുന്ന വ്യക്തികളുമാണ്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എനർജി ഉണ്ട്, ഒരു ഗൈഡൻസ്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇന്നർ ഗൈഡൻസ് ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നാവാം. ഒരു ഗൈഡൻസ് എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മുന്നോട്ടേക്കുള്ള ഓരോ യാത്രകളിലുമെന്നാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു വീഴ്ചയുടെ സിറ്റുവേഷൻസ് ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ്, വേണ്ടപ്പെട്ടവരുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു തർക്കത്തിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് മാറിപ്പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചേഞ്ച് ആവേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ആക്ഷൻ എടുക്കുക എന്നാണ് നമുക്ക് കാണുന്നത് കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച്. പക്ഷേ അത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തോ മറ്റുമാണ് കേട്ടോ. ഒരു വീഴ്ചയും അതിനോടനുബന്ധിച്ച് തന്നെ, അതായത് ഒരു ബന്ധത്തിനൊരു വിള്ളലും സംഭവിക്കുന്നുണ്ട്. അതുപോലൊരു കോൺഫ്ലിക്റ്റും ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം കടന്നു വരുന്നു എന്ന് കാണുന്നുണ്ട്. മാക്സിമം അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക കേട്ടോ. ആക്ഷൻ എടുക്കണം എന്നാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് കോൺഫ്ലിക്റ്റ് വന്നാലും ബന്ധങ്ങളിൽ ഒരു തകർച്ച വന്നാലും നിങ്ങളവിടെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നല്ലൊരു ആക്ഷൻ എടുക്കുക എന്നൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ദ സ്റ്റാർ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാനിങ്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ പേരൻസിൽ നിന്നാവാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലരിൽ നിന്ന് നല്ലൊരു ഗൈഡൻസും സപ്പോർട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ സക്സസ്സിനെ ബേസ് ചെയ്താണ് കേട്ടോ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക്, നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ഗൈഡൻസ് ആയിട്ടാണേലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനൊക്കെ ആയിട്ടും നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടികളുടെ എനർജി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ 5കളുടെ എനർജി ഇന്ന് കൂടുതലും വന്നിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലിക്റ്റുകളും നഷ്ടങ്ങളും നിരാശയും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വളരെയധികം ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ച് തന്നെ കടന്നു പോവുക. കുറച്ചൊന്ന്
ഇമോഷണൽ കൺട്രോളിങ്, എടുത്തുചാട്ടം ഉണ്ടെങ്കിൽ ഒരു കൺട്രോളിങ് ഒക്കെ വരണം. കാരണം നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് നിങ്ങളെ തളർത്താനും തകർക്കാനും നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില എനർജികൾ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിലൊക്കെ നല്ല ഒരു ശ്രദ്ധയോടുകൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ട്രസ്റ്റാണ് കേട്ടോ. അതായത് വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളോ ഒന്ന് വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. പുതിയ ബന്ധങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പാസ്റ്റിൽ ചില ട്രോമ വെച്ച് നിങ്ങൾക്ക് ചില കൺഫ്യൂഷനോ ടെൻഷനോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നമ്മളെ തന്നെ നമ്മളൊന്ന് വിശ്വസിക്കുക, നമ്മളിൽ തന്നെ നമ്മൾക്കൊരു വിശ്വാസവും കോൺഫിഡൻസും ഉണ്ടാക്കുക എന്നുള്ള ഒരു എനർജി കൂടി നമുക്ക് അവിടെ കാണുന്നുണ്ട്. എസ് എന്നൊരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ ഒരു ചേഞ്ച് ലൈഫിലൊരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹീലിംഗ് ആയിക്കോട്ടെ, ഒരു റിലീഫ് എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒരു ഹാപ്പി ജേണിങ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ ജീവിതത്തിൽ നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഫാമിലിയെയും കുടുംബത്തെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണെങ്കിലും എസ് എനർജിയാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവാണ് എന്നാണ് കാണുന്നത്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഇതിലും നല്ല ഒന്നുണ്ട്, മറ്റൊന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോഴല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ മനസ്സുകൊണ്ട് നിങ്ങളൊരു ചഞ്ചലിപ്പ് എന്താണ് ഒരു ധൈര്യമില്ല, ആക്ഷൻ എടുക്കാൻ ധൈര്യമില്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് പകച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറുണ്ട്. ഈ ഒരു സമയത്തേക്കാൾ മെച്ചമായൊരു സമയം നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ കുറച്ചൊരു മെച്യൂരിറ്റിയോട് കൂടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക, ഇമോഷണലി ചില കാര്യങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി വരുത്തുക, ബന്ധങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി വരുത്തുക, ബന്ധത്തെയൊക്കെ ഒരു ഒരു പൂർണ്ണതയിലേക്ക് ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിൽ എത്തിക്കാനൊക്കെ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ് ഈ വരുന്ന അടുത്ത ആഴ്ചകളിൽ സാധിക്കും.